M5 ലൈവിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള അന്താരാഷ്ട്ര കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ഭാരതത്തിലെ തന്നെ ആദ്യത്തെ ആഴക്കടൽ ട്രാൻസ്ഷിപ്മെന്റ് മദർ പോർട്ടാണ് വിഴിഞ്ഞം. സ്പെയിനിലെ വലൻസിയ തുറമുഖത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങൾ അടങ്ങിയ കണ്ടെയ്നർ കയറ്റി അയച്ചുകൊണ്ടാണ് വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചത്. മദർഷിപ്പുകൾ അടുക്കാൻ കഴിയുന്ന അന്താരാഷ്ട്ര കപ്പൽപാതയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഭാരതത്തിലെ സ്വാഭാവിക തുറമുഖം എന്ന പ്രത്യേകത കൂടി വിഴിഞ്ഞത്തിനുണ്ട്. രാജ്യത്തെ മൊത്തം കയറ്റുമതി ഇറക്കുമതിയുടെ കേന്ദ്രമായി മാറാനുള്ള സാധ്യതയാണ് വിഴിഞ്ഞത്തിനുള്ളത്. ഇപ്പോൾ കൊളംബോ, ദുബായ്, സിംഗപ്പൂർ എന്നീ മദർ പോർട്ടുകളിൽ കണ്ടെയ്നർ ചെറിയ കപ്പലുകളിൽ എത്തിച്ച് വലിയ കപ്പലിൽ കയറ്റിയാണ് കേരളത്തിൽ നിന്നുള്ള ചരക്കുകൾ ആഫ്രിക്ക, യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ വൻകരകളിലേക്ക് എത്തിച്ചിരുന്നത്. വിഴിഞ്ഞം വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം തുടങ്ങിയതോടെ മറ്റു ഭൂഖണ്ഡങ്ങളിലേക്ക് നേരിട്ട് തന്നെ കണ്ടെയ്നറുകൾ അയക്കാൻ കഴിയും. 45 മുതൽ 60 ദിവസം വരെ യാത്രാ സമയം എടുത്തിരുന്ന കയറ്റുമതി ഇനി 25 മുതൽ 30 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയ നേട്ടം. യാത്രാ സമയം കുറയുന്നതോടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും പച്ചക്കറി, മത്സ്യം തുടങ്ങിയവയും കയറ്റി അയക്കാൻ കഴിയും എന്നത് കേരളത്തിനും അയൽ സംസ്ഥാനങ്ങൾക്കും നേട്ടമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വിഴിഞ്ഞത്ത് നിന്ന് ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള 2 കപ്പൽ സർവീസുകൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ പ്രഖ്യാപിച്ചു. ഹിമാലയ എക്സ്പ്രസ് എന്ന യൂറോപ്യൻ കപ്പൽ സർവീസ് സ്പെയിനിലെ വലൻസിയ, ബാഴ്സലോണ, ലാസ്പാൽ, മാസ്, പോർച്ചുഗലിലെ സയൻസ്, ഇറ്റലിയിലെ ജിയായോ ടൗറോ എന്നീ തുറമുഖങ്ങളിലേക്കാണ് ചരക്കെത്തിക്കുക. ആഫ്രിക്കയിലേക്കുള്ള സർവീസ് വിഴിഞ്ഞത്ത് നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ കൊയേഗ, കോങ്കോയിലെ പോയിന്റ് നോയർ, ഐവറി കോസ്റ്റിലെ അബ്ജാൻ, ഘാനയിലെ പോർട്ട് ഓഫ് ടമ, ടോഗോയിലെ ലോംബോട്ട്, ബെനിനിയിലെ കോട്ടോനൗ, കാമറൂണിലെ ക്രിബി എന്നീ തുറമുഖങ്ങളിൽ എത്തും. കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും ഗതാഗത ചെലവ് വിഴിഞ്ഞം വഴിയാവുമ്പോൾ വൻതോതിൽ കുറയും എന്നതാണ് കയറ്റുമതി ഇറക്കുമതി വ്യാപാരികൾക്ക് നേട്ടമാകുന്നത്. വിഴിഞ്ഞം പ്രവർത്തന സജ്ജമായതിനു ശേഷം 182 കപ്പലുകൾ ഇവിടെ എത്തി 22 ലക്ഷം കണ്ടെയ്നർ ചരക്കുകൾ കൈകാര്യം ചെയ്തു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കോർപ്പറേഷൻ കൂടാതെ കൂടുതൽ അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ വിഴിഞ്ഞത്തേക്ക് എത്തും എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. സിംഗപ്പൂർ, ദുബായ്, കൊളംബോ തുറമുഖങ്ങൾ വിഴിഞ്ഞം തുറമുഖവുമായി നേരിട്ട് ശക്തമായ മത്സരത്തിന് ആണ് ഇത് കളമൊരുക്കുക. സ്വാഭാവിക തുറമുഖം എന്ന നിലയിൽ മദർഷിപ്പുകൾക്ക് അടുക്കാനുള്ള സൗകര്യവും മറ്റു തുറമുഖങ്ങളെക്കാൾ കണ്ടെയ്നറിനുള്ള നിരക്ക് കുറഞ്ഞതും വിഴിഞ്ഞത്തെ കൂടുതൽ ജനപ്രിയമാക്കുമെന്നാണ് സൂചന. യാത്രാ സമയം ഗണ്യമായി കുറച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര വ്യാപാരം വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം കൂട്ടുകയാണ്. ബാംഗ്ലൂർ, കോയമ്പത്തൂർ, തിരുപ്പൂർ, ചെന്നൈ തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും കണ്ടെയ്നറുകൾ എത്തിക്കാനുള്ള അന്വേഷണം എത്തിത്തുടങ്ങിയതായി കപ്പൽ ഏജൻസികൾ വ്യക്തമാക്കുന്നു. കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് വിഴിഞ്ഞം ഉപകാരപ്പെടണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, മത്സ്യം എന്നിവ അടക്കമുള്ള സമുദ്രവിഭവങ്ങൾ, റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ഉൽപ്പന്നങ്ങൾ, കയർ, എഞ്ചിനീയറിംഗ് വ്യവസായ ഉൽപ്പന്നങ്ങൾ, കൈത്തറി, വസ്ത്ര ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാകണം. തുറമുഖം ഉദ്ഘാടനം ചെയ്തെങ്കിലും വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടും കേരളത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചിട്ടില്ല. കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ കഴിയുന്ന റിംഗ് റോഡിന് അനുമതിയായത് കഴിഞ്ഞ ദിവസമാണ്. കണ്ടെയ്നറുകൾ സൂക്ഷിക്കാനും ആവശ്യത്തിനനുസരിച്ച് കൊണ്ടുപോകാനും ഉള്ള വെയർഹൌസിംഗ് സൗകര്യം, കൂടുതൽ അനുബന്ധ യാത്രാ സൗകര്യങ്ങൾ, വാഹനങ്ങൾ, കസ്റ്റംസ് ക്ലിയറിംഗ്, ലോജിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒന്നും തന്നെ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കാൻ മാറി വന്ന സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യവേ കഴിഞ്ഞ 10 വർഷവും മുൻ സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന ആരോപണം മുഖ്യമന്ത്രി VD സതീശൻ ഉയർത്തുകയും ചെയ്തിരുന്നു. തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 800 മീറ്റർ നീളമുള്ള ബെർത്ത് 2 കിലോമീറ്റർ വരെയാക്കി ശേഷി കൂട്ടും. 2028 നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പ്രതിവർഷം 30 ലക്ഷം കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് ലക്ഷ്യമിടുന്നത്. വാണിജ്യ തുറമുഖമായി മാറിയതോടെ തന്നെ 2000-ലധികം പേർക്ക്
ഇവിടെ തൊഴിലവസരം ലഭിക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. തുറമുഖ അനുബന്ധ വ്യവസായ സ്ഥാപനങ്ങളും ഹോട്ടലുകളും അടക്കമുള്ള പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 6 ഭൂഖണ്ഡങ്ങളിലേക്കാണ് വിഴിഞ്ഞത്ത് നിന്ന് നേരിട്ട് ചരക്ക് കയറ്റുമതി ആരംഭിച്ചിട്ടുള്ളത്. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിന്റെ വികസനത്തിലും വളർച്ചയ്ക്കും നിർണായക സ്ഥാനം വിഴിഞ്ഞത്തിനുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.